അമൽ, വീടിനുള്ളിൽ തന്നെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്ന് മനസ്സിലാക്കുന്ന, ഉള്ളിൽ പോലീസും ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. അവർ ഏതെങ്കിലും വിധത്തിൽ നമ്മളോട്, മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടോ? അവിടെ എന്താണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത്? അല്പസമയങ്ങൾക്കകം തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങി പ്രതികരിക്കാം എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുള്ള ക്യാമറ എല്ലാം നമ്മൾ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം അവർ പുറത്തേക്ക് ഇറങ്ങും. മൂത്ത മകൻ സനന്ദനും അതോടൊപ്പം തന്നെ രാജസേനും, രാജസേനന്റെ ഭാര്യയും അതോടൊപ്പം തന്നെ ഈ ഗോപന്റെ ഭാര്യയും ഇപ്പോൾ ആ വീട്ടിലുണ്ട്. അവരിൽ ആരൊക്കെ പ്രതികരിക്കുമെന്നറിയില്ല. അവരെന്തായാലും ഈ വിഷയത്തിൽ പ്രതിഷേധമൊന്നും രേഖപ്പെടുത്തിയില്ല ഈ അറ പൊളിക്കുന്നതിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. മൃതദേഹം എന്തായാലും ഇവിടെ നിന്നും ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലേക്കാണ് മൃതദേഹം കൊണ്ടുപോയിരിക്കുന്നത്. അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം കുടുംബാംഗങ്ങൾക്ക് വിട്ടുകൊടുക്കും എന്നുള്ളതാണ് സബ് കളക്ടർ ആൽഫ്രഡ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ ഈ കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യാനായി അറ തുറന്ന് മൃതദേഹം പുറത്തെടുത്താൽ പിന്നീട് തങ്ങൾ ആ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ കുടുംബാംഗങ്ങൾ അത് ഏറ്റുവാങ്ങുകയാണെങ്കിൽ അവർക്ക് തന്നെ മൃതദേഹം നൽകും, അല്ല എങ്കിൽ മറ്റ് സാധ്യതകൾ പോലീസ് പരിശോധിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അറയുടെ തൊട്ട് മുന്നിലാണ്. ഇവിടെയാണ് തുറന്ന് പരിശോധന നടന്നത്. പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം ഇവിടുന്ന് മാറ്റിയത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാവിലെ നമ്മൾ കണ്ട ഒരു വിളക്കും മറ്റ് പൂജാ സാമഗ്രികളും ഒക്കെ ഉണ്ട്. അത് കല്ലറയ്ക്ക് മുകളിലായിരുന്നു അതെല്ലാം ഉണ്ടായിരുന്നത്. അത് എല്ലാം അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അറ പൂർണ്ണമായും പൊളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അവിടേക്ക് കടത്തിവിടുന്നതിന്, മാധ്യമങ്ങളെ അടക്കം കടത്തിവിടുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അവിടെ ഇനിയും ചില പരിശോധനകളും മറ്റുമൊക്കെ നടക്കാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അത് കഴിഞ്ഞാൽ അവിടേക്ക് പോകാൻ കഴിയും. എന്തായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് പോലീസുകാർ പറഞ്ഞുള്ള വിവരം മാത്രമാണ് നമുക്കറിയാവുന്നത്. അവിടെ ഗോപൻ എന്നയാളെ ഇരുത്തിയിരിക്കുകയായിരുന്നു. കഴുത്തൊപ്പം ഈ ഭസ്മമടക്കമുള്ള മറ്റ് പൂജാദ്രവ്യങ്ങളും മറ്റും ഉണ്ടായിരുന്നു. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. എന്നാൽ പൂർണ്ണമായും അഴുകിയ നിലയിലായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. അത് ഈ ഭസ്മവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നതിനാലും ആ വായു കടക്കാത്ത തരത്തിലാണ് ഈ മൃതദേഹം സംസ്കരിച്ചിരുന്നത് എന്നതിനാലുമാണ് അങ്ങനെ പൂർണ്ണമായും അഴുകാത്തത് എന്നുള്ളതാണ് ഈ പോലീസുകാർ പറയുന്നത്. നിലവിൽ ഫോറൻസിക് സംഘം ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആംബുലൻസിൽ മൃതദേഹവും ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ഇനി അറിയേണ്ടത് കുടുംബത്തിന്റെ പ്രതികരണമാണ്. ഇനി ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കുടുംബത്തിന് തന്നെ തിരികെ വിട്ടുകൊടുക്കാനാണ് നിലവിലെ തീരുമാനം. പക്ഷേ ആ തീരുമാനം അവർ അംഗീകരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇവർ നേരത്തെ മുതൽ പറഞ്ഞിരുന്ന കാര്യം, ഈ അറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട് എങ്കിൽ സമാധിയുടെ പവിത്രത നഷ്ടപ്പെടും, അതിനാൽ തന്നെ പിന്നീട് തങ്ങൾ ഇത് ഏറ്റുവാങ്ങില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരുന്നത്. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. നമ്മൾ സബ് കളക്ടറോട് ചോദിക്കുമ്പോൾ പറയുന്നത് കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നുണ്ട്, അവരുടെ നിലപാട് അവർ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും അവരോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സബ് കളക്ടർ വ്യക്തമാക്കുന്നത്. സബ് കളക്ടർ അടക്കമുള്ളവർ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയങ്ങൾക്കകം അവരുടെ പ്രതികരണം വന്നാൽ അവരുടെ നിലപാട് എന്താ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും. ഈ അറ പൊളിക്കുന്ന സമയത്തും ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന സമയത്തും അവർ വീടിനുള്ളിൽ തന്നെ കുടുംബാംഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ആരും ഒരു തവണ ഈ മൂത്ത മകൻ സനന്ദൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ അറ പൊളിക്കുന്നതിൻ്റെ ഇവിടെ വന്ന് നോക്കി മടങ്ങിയതല്ലാതെ മറ്റ് ഈ പറയുന്ന കുടുംബാംഗങ്ങൾ ആരും പുറത്തേക്ക് ഇറങ്ങി വരികയോ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുകയോ ചെയ്തിട്ടില്ല. മറ്റ് പുറത്തുനിന്നുള്ള ആളുകളുമാണെങ്കിൽ നമ്മൾ ആദ്യം നിന്ന സ്ഥലമാണ് ആ കാണുന്നത്. അവിടെയായിരുന്നു മാധ്യമങ്ങൾക്ക് നിൽക്കാൻ അനുമതി പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയി കുടുംബാംഗങ്ങളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സബ് കളക്ടർ നേരത്തെ പറഞ്ഞത്.